നമ്മുടെ കാറിൻ്റെ ടയറിൽ കുറച്ച് നാളായിട്ട് എയർ അടിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പം ഗ്രൂപ്പിൽ ചോദിച്ച സമയത്ത് ഈ ആൾ ട്യൂബിനകത്ത് വരുന്ന ഒരു കുറ്റിയുണ്ട്. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് സാധനം. ഇതിപ്പം എൻ്റെ വേറൊരു പഴയ ഇതിൽ കിടന്നൊരു സ്പെയർ വീൽ കിടന്നൊരു സാധനം ഞാൻ ഇളക്കിയെടുത്തു. അപ്പോൾ നമുക്കൊന്ന് ഇത് മാറി നോക്കാം. ടയറിൽ എവിടെയും പഞ്ചറോ എല്ലൊന്നുമില്ല. ഇന്നലെ എയർ ഫില്ല് ചെയ്തതാണ്. ഇപ്പോൾ ദേ വീണ്ടും ഒരു മുക്കാലല്ല ഒരു പകുതി എറൗണ്ടായി കാണും. 33 ആണ് അഴിക്കുന്നത്. ഇപ്പോൾ കൊണ്ട് ചെക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 26 BS ഒക്കെ ചിലപ്പോൾ അതിനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് മാറ്റി നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കുറ്റി ഫുള്ള് നോക്കിയിട്ട് ഞാനത് വാൾ ട്യൂബ് മൊത്തത്തിൽ മാറേണ്ടി വരും. ഫുൾ ട്യൂബ്ലെസ് ആയതുകൊണ്ട് അതിൻ്റെ ഫുൾ കിറ്റ് 150-200 രൂപ എന്തോ അതിൻ്റെ വില വരുന്നത്. നമുക്കൊന്ന് ഇതൊന്ന് ആദ്യം മാറ്റി നോക്കാം. ഇതിന് മാറാൻ പറ്റും. 50 രൂപ എന്തോ വരുന്ന വില. ഞാനിപ്പോൾ എൻ്റെ സ്പെയർ ഉള്ളതുകൊണ്ട് സ്പെയർ ടയർ ഉണ്ടായിരുന്നുണ്ട്, ഇളക്കി എടുത്തതേ ഉള്ളൂ. ടയറെല്ലാം ഞാൻ വെള്ളം ഒഴിച്ച് സ്പ്രേ അടിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു ഒരാഴ്ചയ്ക്ക് മുന്നേ. പ്രശ്നമൊന്നുമില്ല. അപ്പം ഗ്രൂപ്പിൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ ഒരു സാധനം പണിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇനിയിപ്പം വീലൊന്ന് ഇളക്കിയെടുത്ത് എയർ കളഞ്ഞ് ഈ സാധനം ഇൻസെർട്ട് ചെയ്ത് എയർ അടിച്ച് തിരിച്ചൊന്ന് ഫിക്സ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ കാണുന്നത് കണ്ടോ, ഇതാണ് ഈ സാധനം. ഓക്കെ, ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിലൊരു സ്പ്രിങ് ആക്ഷൻ വരുന്നുണ്ട്. ഈ സ്പ്രിങ് ആക്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് എയറൊന്നും അടിച്ചാൽ അറിയാം, വെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ ഷാമ്പു ഇട്ടാൽ അറിയാൻ പറ്റത്തില്ല. ഇത് വളരെ മൈന്യൂട്ടായിട്ടാണ് പോകുന്നത്. ഇപ്പം എയർ ബബിൾ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഇതാവാൻ ഈ സാധനം ആവാൻ കാരണം, അല്ലെങ്കിൽ ഈ വാൽ ട്യൂബിൻ്റെ ഇത് ഫുള്ള് മാറ്റേണ്ടി വരും. എന്തായാലും നോക്കാം. 2 കാരണം കൊണ്ടായിരുന്നു. ടയറിൽ എവിടെയും പഞ്ചറില്ല എന്നുണ്ടെങ്കിൽ 3 കാരണം. ടയറിൽ എവിടെയും പഞ്ചറില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ സാധനം, ഈ സുനാപ്പിയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, വാൽ ട്യൂബിൻ്റെ അകത്ത് വരുന്ന സംഭവം, അല്ലെങ്കിൽ ഈ വാൽ ട്യൂബ് ഫുള്ള്, ട്യൂബ്ലെസ് ടയറിൻ്റെ വാൽ ട്യൂബ് ഫുള്ള്. 2 കാരണങ്ങളെ. അല്ല എന്നുണ്ടെങ്കിൽ റിം സൈഡിൽ ഭാഗത്ത് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ടയറിൽ എവിടെയെങ്കിലും പഞ്ചറില്ല അല്ലെങ്കിൽ സൂചി പഞ്ചറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ടയറിൽ എയർ കുറയാനുള്ള കാരണം. ഇനി അതല്ല, നിർത്തിയിട്ടേക്കുന്ന വണ്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറയും. കാരണം ഇതെനിക്ക് നിർത്തിയിട്ടേക്കുന്ന വണ്ടിയല്ല, ഇന്നലെ അടിച്ചു, ഇന്ന് വീണ്ടും കുറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞാൽ 26 ആയിരുന്നു, 22 ഉള്ളൂ. അപ്പം വാൾ ട്യൂബിൻ്റെ തന്നെ ആയിരിക്കാം. നോക്കാം. കാരണം ടയർ പഞ്ചറൊന്നും ഇല്ല, പുതിയ ടയറാണ്. അതിനിളക്കി നോക്കിയായിരുന്നു, വെള്ളം ഒഴിച്ച് നോക്കി. അപ്പോൾ നമുക്കിതൊന്ന് അതിൻ്റെ എയർ കളഞ്ഞ് അതിളക്കി എടുത്ത് ഇതൊന്ന് ഇൻസെർട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് എയർ അടിച്ച് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും. ഇതിൽ ഈ ഗോൾഡൻ കളറിൽ കാണുന്നത് സ്പെയർ വീൽ ഞാൻ ഇളക്കിയെടുത്തതാണ്. ഈ സിൽവർ കളറിൽ കാണുന്നത് ഇതിൽ കിടന്നതാണ്. പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മളെ ഗ്രൂപ്പിൽ അഭിഷേക് പറഞ്ഞ കണക്ക് അവനും സെയിം പണി കിട്ടിയെന്ന് അവൻ പറഞ്ഞ്. അങ്ങനെ 2-3 പേര് പറഞ്ഞായിരുന്നു. രാഹുൽ ബ്രോയും പറഞ്ഞായിരുന്നു മാറ്റി നോക്കാനായിട്ട്. അപ്പം അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സജഷൻ അനുസരിച്ച് മാറ്റി നോക്കാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ടും റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ വാൽ ട്യൂബ് മാറേണ്ടി വരും. എന്തായാലും നോക്കാം. ഇത് നോക്കിയതിന് ശേഷം എന്നിട്ടും എയർ നാളെ കുറയണമെന്നുണ്ടെങ്കിൽ കൊണ്ട് വാൽ ട്യൂബ് മാറാം. നമ്മുടെ വാൽ ട്യൂബിൻ്റെ സുനാപ്പി ടൈറ്റ് ചെയ്യുന്നുണ്ട്. എത്ര അടിക്കുന്നത്? 33 എൻ്റെ വണ്ടി എടുക്കാൻ പറ്റുന്ന നേബറിൻ്റെ വണ്ടി എടുത്തിട്ടാണ് വന്നത്. ടയറാണ്, കുഴപ്പമില്ല. വലിയ അറക്കില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എയറടിക്കാം. ആശാൻ്റെ അടുത്ത് കുത്തിയിട്ടുണ്ട്. ആശാൻ 35 കൊടുത്തിരുന്നത്. അത് പറഞ്ഞ് 33 ആക്കിയിട്ടുണ്ട്. അവൻ പഴയ ഒരു രീതിക്ക് അടിച്ച് കയറ്റിയതാണ്. ചേട്ടാ വേണ്ട, അപ്പം എന്താ ചെക്കനെ എയറടിച്ച് ഡിക്കിക്കകത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ട് ഈ സാധനം എൻ്റെ കാറിൽ ഫിക്സ് ചെയ്യാം. എയറടിച്ച് എയറല്ല നൈട്രജൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് ക്യാപ്പടയ്ക്കാം. ചേട്ടൻ വെള്ളമൊക്കെ വാൽ ട്യൂബിൽ അടിച്ചായിരുന്നു. കുഴപ്പമൊന്നുമില്ല മോനെ എന്നൊക്കെ പറഞ്ഞാണ് തന്ന് വിട്ടത്. തമ്പുരാനറിയാം. ഇനി നമുക്കിത് ടയറിനെ എടുത്ത് ഇൻസെർട്ട് ചെയ്യണം. നാളെ രാവിലെ നോക്കാം എന്താണ് അവസ്ഥയെന്നുള്ളത്. ഇപ്പം എന്തായാലും ടയർ തിരിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എയർ കുറയുന്നുണ്ടോ എന്ന് നോക്കണം. കുറയുന്നുണ്ടെങ്കിൽ കടലെ ചേട്ടനും പറഞ്ഞത് എൻ്റെ വാൽ ട്യൂബ് മാറണമെന്നാണ്. അപ്പോൾ നോക്കാം. പ്രശ്നമില്ലയെന്നുണ്ടെങ്കിൽ ഈ സാധനം മാത്രം മാറിയാൽ മതിയായിരിക്കും. അതെന്ത് സുനാപ്പിയാണെന്നുള്ള എനിക്ക് അറിയത്തില്ല. അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. വാൽ ട്യൂബിനകത്ത് വരുന്ന എന്തോ ഒരു സാധനമാണ്, എൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അറിയാമെന്നുള്ള ആരെങ്കിലും കമൻറ്റ് ബോക്സ് ഇടുക, പറഞ്ഞു തരിക, ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പം അതിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓക്കെ കാണും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ഉടനെ വരും വാൽ ട്യൂബ് മാറുന്നതിൻ്റെത്. അപ്പം സൈനിങ് ഓഫ് ആകർഷ ഷോക്ക്. ഇതൊരു ടിപ്പായിട്ട് എടുക്കുക. അപ്പോൾ വീണ്ടും സൈനിങ് ഓഫ് ആകർഷ ഷോക്ക്.